മേഘാലയ യാത്രയുടെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഞങ്ങൾ ഫെഫെ വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്കുണ്ടോ നിരപ്പായ പാറയുടെ മുകളിലൂടെ ഒഴുകുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അത് വന്ന് പതിക്കുന്നത്. അങ്ങനെ മൂടൽ മഞ്ഞ് മൂടിയ വഴികളും നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ ഗൈഡ് ഉണ്ട്. നമ്മളങ്ങനെ അത് ഫെഫെ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ മേഘാലയയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഫെഫെ. ഇവിടെ 50 രൂപ കൊടുത്ത് നമ്മൾ ജാക്കറ്റ് എടുത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും നീന്താനും ചാടാനൊക്കെയുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫുൾ ടൈം നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മേഘാലയ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ നമ്മളൊരു അഡ്വഞ്ചർ വാട്ടർഫോൾസ് ആണ് ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. മേഘാലയയിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ചിറാപുഞ്ചിയും ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജും വാട്ടർ ആക്ടിവിറ്റീസും കയാക്കിങ്ങും എല്ലാമായിട്ട് തിലാൽ ഗ്രൂപ്പ് ഒരുക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കിടിലൻ ട്രിപ്പായിരുന്നു കേട്ടോ. 4 നൈറ്റും 5 പകലും അടങ്ങുന്ന തിലാൽ ഗ്രൂപ്പിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള പാക്കേജാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനി ഒട്ടും മടിക്കേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ ജേണി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിവേക് എക്സ്പ്രസ്സിൽ കയറിയിട്ട് 3rd AC കമ്പാർട്ട്മെൻറ്റാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 3rd AC സ്ലീപ്പറും ജനറലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പാട്ടും ഡാൻസും കളിയും ചിരിയുമായിട്ട് അങ്ങനെ ഈറോഡ് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ അടുക്കുമ്പോഴാണ് ആ ഒരു സർപ്രൈസ് നമ്മളിവിടെ പൊട്ടിക്കാൻ പോകുന്നത്. നമ്മുടെ നിഷ്വാൻ ഇല്ലേ, നമ്മുടെ തിലാൽ ഗ്രൂപ്പിൻ്റെ മെയിൻ കോർഡിനേറ്റർ, നമ്മുടെ ടീമിനെ ഇത്രയും വൈബ്രൻ്റ് ആക്കി ഇത്രയും അടിപൊളിയാക്കി കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുള്ള നിഷ്വാൻ്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നിഷ്വാൻ ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആളുടെ ജീവിതത്തിലൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ. ഞാനിങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഇതുപോലത്തെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഇതുവരെ കിട്ടിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ നമ്മുടെ മേഘാലയ യാത്ര വളരെ കളർഫുള്ളായി വളരെ അടിപൊളിയായി ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും എല്ലാവരും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും പിരിയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം.